നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.69 വിജയശതമാനം. കഴിഞ്ഞ വർഷത്തേക്കാൾ നേരിയ കുറവ്. 4,25,563 പേർ ഉപരിപഠനത്തിന് അർഹത നേടി. കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാനത്തിന് നിർണായക പങ്കുവഹിച്ച ആത്മീയാചാര്യൻ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾക്ക് പ്രണാമം. ചട്ടമ്പി സ്വാമികളുടെ 100ാം സമാധി ദിനാചരണം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് വാഗ്ദാനം. പെൺകുട്ടികളുടെ നഗ്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമെന്ന ഭീഷണി പ്രതി പിടിയിൽ. കൊല്ലം സ്വദേശി മുഹമ്മദ് ഹാരിസാണ് കായംകുളം പോലീസിന്റെ പിടിയിലായത്. പാണവള്ളിയിൽ നിന്ന് 15 വയസ്സുകാരനെ കാണാതായിട്ട് 7 വർഷം പിന്നിടുന്നു. 2017 ഏപ്രിൽ 9 നിസാമുദ്ദീനെ കാണാതായത്. ക്രൈംബ്രാഞ്ച് പുനരന്വേഷണം ആരംഭിച്ചു. സംസ്ഥാനത്ത് വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് എല്ലാ ജില്ലകൾക്കും ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം. പക്ഷികളിൽ നിന്ന് കൊതുകുകളിലേക്കും കൊതുകുകളിൽ നിന്ന് മനുഷ്യരിലേക്കും പകരും. കൊതുക് നിവാരണവും ഉറവിട നശീകരണവുമാണ് പ്രധാന പ്രതിരോധ പ്രവർത്തനം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.69 വിജയശതമാനം. വിജയശതമാനത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ നേരിയ കുറവ്. 4,25,563 പേർ ഉപരിപഠനത്തിന് അർഹത നേടി. കഴിഞ്ഞ വർഷം മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 68,604 ആയിരുന്നു. എന്നാൽ ഈ വർഷം അത് 71,831 വർദ്ധിച്ചു. വർധനവ് 3,227. ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണ്ണയം. പുനർമൂല്യനിർണ്ണയം, സൂക്ഷ്മപരിശോധന, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ 9/5/2024 മുതൽ 15/5/2024 വരെ ഓൺലൈനായി നൽകാവുന്നതാണ്. ഉപരിപഠനത്തിന് അർഹത നേടാത്ത റെഗുലർ വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള സേ പരീക്ഷ 2024 മെയ് 28 മുതൽ ജൂൺ 6 വരെ നടത്തുന്നതും ജൂൺ 2ാം വാരം ഫലം പ്രഖ്യാപിക്കുന്നതുമാണ്. ഉപരിപഠനത്തിന് യോഗ്യത നേടാത്ത വിദ്യാർത്ഥികൾക്ക് പരമാവധി 3 വിഷയങ്ങൾക്ക് വരെ സേ പരീക്ഷ എഴുതാവുന്നതാണ്. 2024 മാർച്ച് പരീക്ഷയിൽ ഉപരിപഠനത്തിന് അർഹത നേടിയവരുടെ സർട്ടിഫിക്കറ്റുകൾ ജൂൺ ആദ്യവാരം മുതൽ DG ലോക്കറിൽ ലഭ്യമാകുന്നതാണ്. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. ഇത്തവണ 99.69 വിജയശതമാനം. കഴിഞ്ഞ തവണത്തേക്കാൾ നേരിയ കുറവ്. 4,27,105 പേരാണ് പരീക്ഷ എഴുതിയത്. ഇതിൽ 4,25,563 പേർ ഉപരിപഠനത്തിന് അർഹരായി. 71,831 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങളിലും A+ നേടി. ഏറ്റവും കൂടുതൽ വിജയശതമാനം കോട്ടയം ജില്ലയിലും കുറവ് തിരുവനന്തപുരം ജില്ലയിലുമാണ്. 2,474 സ്കൂളുകൾ 100% വിജയം നേടി. കഴിഞ്ഞ തവണ 2,581 സ്കൂളുകൾ 100% വിജയം കൈവരിച്ചിരുന്നു. മെയ് 9 മുതൽ 15 വരെ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാം. മെയ് 28 മുതൽ ജൂൺ 6 വരെ സേ പരീക്ഷ നടക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. SSLC പരീക്ഷയിൽ ആലപ്പുഴ ജില്ലയിൽ 99.72% വിജയം. ജില്ലയിലാകെ 21,609 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. ഇതിൽ 21,549 പേർ ഉപരിപഠനത്തിന് അർഹരായി. ജില്ലയിൽ മാവേലിക്കര ഉപജില്ലയാണ് വിജയശതമാനത്തിൽ മുന്നിൽ, 99.89. സംസ്ഥാനത്ത് ഏറ്റവും കുറവ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ ഉപജില്ല കുട്ടനാടാണ്, 1,840. ചേർത്തല ഉപജില്ലയിൽ 6,634 പേർ പരീക്ഷ എഴുതിയതിൽ 6,593 പേർ ഉപരിപഠനത്തിന് അർഹത നേടി. ആലപ്പുഴ 6,175 പേർ പരീക്ഷ എഴുതി. ഇതിൽ 6,167 പേർ ഉപരിപഠനത്തിന് അർഹരായി. മാവേലിക്കരയിൽ 6,960 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 6,952 പേർ വിജയിച്ചു.
കുട്ടനാട് 1840 പേർ പരീക്ഷ എഴുതി ഉപരിപഠനത്തിന് 1837 പേർ അർഹത നേടി. ജില്ലയിൽ 4004 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങളിലും A+ നേടി. ഇതിൽ 2603 പെൺകുട്ടികളും 1401 ആൺകുട്ടികളുമാണ്. ടൈം ന്യൂസ് ആലപ്പുഴ. ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഇത്തവണയും 100 മേനി വിജയം. തുടർച്ചയായി 10ാം തവണയാണ് ഗവൺമെൻറ് ഗേൾസ് 100 മേനി വിജയം കൊയ്യുന്നത്. ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥിനികൾ പരീക്ഷ എഴുതിയ സർക്കാർ പെൺപള്ളിക്കൂടമാണ് ചേർത്തല ഗേൾസ്. ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് SSLC പരീക്ഷയിൽ ഇക്കൊല്ലവും 100 മേനി വിജയം. ചേർത്തല ഗേൾസിൽ ഇക്കൊല്ലം പരീക്ഷ എഴുതിയത് 356 വിദ്യാർത്ഥിനികൾ. മുഴുവൻ പേരും ഉപരിപഠനത്തിന് അർഹരായി. 100 മേനി വിജയം. തുടർച്ചയായി 10ാം തവണയാണ് ഈ സർക്കാർ പെൺപള്ളിക്കൂടം 100 മേനി വിജയം കൊയ്യുന്നത്. ചേർത്തല ഗേൾസിൻ്റെ വിജയക്കുതിപ്പ് വീണ്ടും നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 356 കുട്ടികൾ പരീക്ഷ എഴുതി 100% വിജയം നമ്മൾ ഉറപ്പിച്ചു. 115 കുട്ടികൾക്ക് ഫുൾ A+ നേടി. ഇനിയും റീവാലുവേഷനിലൂടെ നമുക്ക് കുട്ടികളുടെ A+ കൂട്ടാൻ സാധ്യതയുണ്ട്. എല്ലാ കുട്ടികൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. 10 വർഷത്തോളമായിട്ട് നമ്മുടെ ഈ സ്കൂൾ ഒന്നിനൊന്ന് മെച്ചമായിട്ട് എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ A+ നേടിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിലുപരി എഴുതുന്ന എല്ലാ കുട്ടികളും ഫുൾ A+ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഏറ്റവും നല്ല മാർക്കോടുകൂടി തന്നെയാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് അവർ പിരിയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വിജയം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ സാറ് സൂചിപ്പിച്ചതുപോലെ 356 കുട്ടികൾ നമ്മുടെ ഇവിടെ എഴുതുകയും 115ഓളം കുട്ടികൾ ഫുൾ A+ മേടിക്കുകയും അതിനേക്കാൾ ഉപരി 10-20 കുട്ടികളിൽ അടക്കം നമ്മളിപ്പോൾ നോക്കുമ്പോഴത്തേക്കും 9 A+ കിട്ടിയ കുട്ടികളുണ്ട്. അതിപ്പോൾ റീവാല്യൂഷന് ചെല്ലുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ആ കുട്ടികളും ഫുൾ A+ലേക്ക് വരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾക്ക് കൂടുതൽ A+ നേടുവാനായിട്ടുള്ള അവസരം നമ്മുടെ സ്കൂളിനുണ്ടാകും. തീർച്ചയായിട്ടും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അക്ഷീണം പ്രവർത്തിച്ചിട്ടുള്ള നമ്മുടെ ടീച്ചേഴ്സും അതിനേക്കാൾ ഉപരി ഇതിൻ്റെ ഏറ്റവും വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് നയിച്ചിട്ടുള്ള PTA-യ്ക്കും അതുപോലെ തന്നെ അവരുടെ രക്ഷകർത്താക്കളെയും ഈ ഒരു അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. നഗരസഭയുടെ ഒരു പ്രതിനിധി എന്ന നിലയിലും ഒരു രക്ഷകർത്താവ് നിലയിലും വളരെ ഇരട്ടി മധുരമുള്ള ഒരു വിജയമാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു ഫുൾ ടീമായി നഗരസഭയും നമ്മുടെ പ്രിയങ്കരായ അധ്യാപകരും ഈ സ്കൂളിലെ രക്ഷകർത്താക്കളും PTA-യും എല്ലാം ചേർന്ന ഒരു വലിയൊരു ടീമിൻ്റെ വിജയമാണ്. എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി. 115 പേർക്ക് മുഴുവൻ വിഷയത്തിലും A+ ലഭിച്ചു. ഏറെ സന്തോഷമുണ്ടെന്ന് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവനും വൈസ് ചെയർമാൻ TS അജയകുമാറും പ്രഥമാധ്യാപകൻ ശശി കന്നിക്കാവിലും PTA പ്രസിഡന്റ് PT സതീശനും പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിനും ഇത്തവണ 100 മേനി വിജയം. ആകെ പരീക്ഷ എഴുതിയ 103 വിദ്യാർത്ഥികളും ഉപരിപഠനത്തിന് അർഹത നേടി. ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിനും ഇത്തവണ 100 മേനി വിജയം. പരിമിതികൾക്ക് നടുവിലും ചേർത്തല ബോയ്സ് വീണ്ടും 100 മേനി വിജയം കൊയ്തു. പരീക്ഷ എഴുതിയ 103 വിദ്യാർത്ഥികളും വിജയിച്ചു. 6 പേർക്ക് ഫുൾ A+. കഴിഞ്ഞ തവണ 3 പേർക്കായിരുന്നു ഫുൾ A+ ലഭിച്ചത്. നമ്മുടെ സ്കൂളിൽ നല്ല വിജയ ശതമാനമാണ് ലഭിച്ചിട്ടുള്ളത്. 103 കുട്ടികളാണ് ഈ വർഷം 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയത്. അതിൽ 100% വിജയം 12ാമത്തെ വർഷവും ആവർത്തിച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ ഡിസ്ട്രിക്റ്റിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ജില്ലയിൽ 12ാമത്തെ തവണ 100% വിജയം ആവർത്തിക്കുന്ന ഏക സർക്കാർ സ്കൂളാണ് നമ്മുടേത്. 6 കുട്ടികൾ ഫുൾ A+ വാങ്ങിയിട്ടുണ്ട്. 10ഓളം കുട്ടികൾക്ക് 9 A+ ലഭിച്ചിട്ടുണ്ട്. സ്കൂളിലെ PTA പ്രസിഡന്റ് ശ്രീ SG രാജു നേതൃത്വത്തിൽ PTA അംഗങ്ങളുടെയും നല്ല ഇടപെടലുകൾ ഈ വിജയത്തിൻ്റെ പിന്നിലുണ്ട്. അതോടൊപ്പം നമ്മുടെ അധ്യാപകർ വൈകുന്നേരം സമയങ്ങളിൽ ക്ലാസ് എടുക്കുകയും നൈറ്റ് ക്ലാസ് എടുക്കുകയും പുറകിൽ നിൽക്കുന്ന കുട്ടികൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് വരാനുള്ള റെമഡിയൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു തരത്തിലാണ് നമുക്ക് ഇത്തരത്തിലൊരു വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലുള്ള സംസ്ഥാനത്തെ ഏക സർക്കാർ സ്കൂളാണ് ചേർത്തല ബോയ്സ്. ഒത്തിരി പരിമിതികൾക്ക് നടുവിലും 100% വിജയം നിലനിർത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് പ്രഥമാധ്യാപിക TS ജിഷയും PTA പ്രസിഡന്റ് SG രാജുവും പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. മറ്റൊരു വാർത്ത. 7 വർഷം മുൻപ് കാണാതായ 15-കാരനെ സംബന്ധിച്ചുള്ള പുനരന്വേഷണം ക്രൈംബ്രാഞ്ച് തുടങ്ങി. പാണാവള്ളി പഞ്ചായത്ത് 17-ാം വാർഡിൽ തോട്ടത്തിൽ നികർത്തിൽ രാജുവിൻ്റെയും റൈഹാൻ്റെയും മകൻ നിസാമുദ്ദീനെ 2017 ഏപ്രിൽ 9 കാണാതായത്.
കുട്ടിയുടെ തിരോധാനം സംബന്ധിച്ച് ഇതുവരെയുള്ള അന്വേഷണം എങ്ങും എത്തിയിരുന്നില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ ഭാഗമായി നിസാമുദ്ദീനെ ഒടുവിൽ കണ്ട പ്രദേശങ്ങളിൽ പരിശോധനകൾ നടത്തി. ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന്റെ നേതൃത്വത്തിലാണ് ക്രൈംബ്രാഞ്ച് സംഘം എത്തിയത്. അന്വേഷണവും പരിശോധനകളും വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് സൂചന. SSLC പരീക്ഷ എഴുതി ഫലം പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് കുട്ടിയെ കാണാതെയാവുന്നത്. പ്രദേശത്തെ ക്ഷേത്രോത്സവത്തിൽ പങ്കെടുക്കാനായി വീട്ടിൽ നിന്ന് പോയ നിസാമുദ്ദീൻ തിരിച്ചെത്തിയിരുന്നില്ല. ബന്ധുകൂടിയായ കൂട്ടുകാരന്റെ പക്കൽ നിസാമുദ്ദീൻ മൊബൈൽ ഫോൺ ഏൽപ്പിച്ചിരുന്നുവെന്ന് അറിവായിരുന്നു. ഇതിനുശേഷം മറ്റൊരു കൂട്ടുകാരന്റെ വീട്ടിൽ നിസാമുദ്ദീൻ ചെന്നിരുന്നതായും പറയുന്നു. നിസാമുദ്ദീൻ ഏൽപ്പിച്ചിരുന്ന മൊബൈൽ ഫോൺ പോലീസിനും കൈമാറിയിരുന്നു. വർഷമേറെ കഴിഞ്ഞിട്ടും നിസാമുദ്ദീന്റെ തിരിച്ചുവരവ് കാത്തിരിക്കുകയാണ് കുടുംബം. പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപവൽക്കരിച്ച് നടത്തിയ അന്വേഷണവും എങ്ങും എത്തിയിരുന്നില്ല. ടൈം ന്യൂസ്, ചേർത്തല. കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാനത്തിന് നിർണായക സംഭാവന നൽകിയ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾക്ക് പ്രണാമം. ചട്ടമ്പി സ്വാമികൾ സമാധിയായിട്ട് 100 വർഷം തികയുന്നു. 100ാം സമാധി ദിനാചരണത്തിൻ്റെ ഭാഗമായി നാടെങ്ങും അനുസ്മരണ ചടങ്ങ് നടന്നു. കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാനത്തിന് നിർണായക പങ്ക് വഹിച്ച ആത്മീയ ആചാര്യനായിരുന്നു വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ. തിരുവനന്തപുരം കണ്ണൻമൂലയിലെ ഉള്ളൂർക്കോട് വീട് എന്ന ദരിദ്ര നായർ കുടുംബത്തിൽ താമരശ്ശേരി വാസുദേവ ശർമ്മയുടെയും നങ്കാദേവിയുടെയും മകനായി 1853 ഓഗസ്റ്റ് 25-നാണ് സ്വാമികൾ ജനിച്ചത്. അയ്യപ്പൻ എന്നാണ് യഥാർത്ഥ പേരെങ്കിലും കുഞ്ഞൻ എന്ന ഓമന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. സാമ്പത്തികവും സാമൂഹികവുമായ ഉച്ചനീചത്വങ്ങളോട് കുട്ടിക്കാലം മുതൽ സ്വാമി കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഹിന്ദുമതത്തിലെ ബ്രാഹ്മണാധിപത്യത്തെ ചോദ്യം ചെയ്താണ് ചട്ടമ്പി സ്വാമികൾ പൊതുരംഗത്ത് ശ്രദ്ധേയനായത്. വർണ്ണാശ്രമ വ്യവസ്ഥയുടെ നിഷേധം, സ്ത്രീ പുരുഷ സമത്വവാദം, സാർവത്രിക വിദ്യാഭ്യാസത്തിനുള്ള ആഹ്വാനം തുടങ്ങി കേരളീയ സമൂഹത്തിൽ അതുവരെ ചർച്ച ചെയ്യാത്ത വിഷയങ്ങൾ ചട്ടമ്പി സ്വാമികൾ പൊതുവേദികളിൽ അവതരിപ്പിച്ചു. 15-ാം വയസ്സിൽ പേട്ടയിൽ രാമൻപിള്ള ആശാൻ എന്ന പണ്ഡിതന്റെ പാഠശാലയിൽ ചേർന്നു. ആശാൻ കുഞ്ഞനെ പാഠശാലയിലെ നേതാവ് അഥവാ ചട്ടമ്പിയായി നിയമിച്ചു. ഇതാണ് പിൽക്കാലത്ത് ചട്ടമ്പി സ്വാമികൾ എന്നറിയപ്പെടാൻ കാരണം. ആത്മീയ രംഗത്തും സാമൂഹ്യ രംഗത്തും വിപ്ലവകരമായ മാറ്റത്തിന് വഴി തുറക്കാൻ സഹായിച്ച യോഗി വര്യനാണ് ചട്ടമ്പി സ്വാമികൾ. 1924 സമാധിയായി. ചട്ടമ്പി സ്വാമികളുടെ 100ാം സമാധി ദിനം വിപുലമായ ചടങ്ങുകളോടെ നാടെങ്ങും ആചരിച്ചു. ചേർത്തല താലൂക്ക് NSS യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങ് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ആസ്ഥാനത്ത് സജ്ജമാക്കിയ ഛായാചിത്രത്തിന് മുന്നിൽ യൂണിയൻ പ്രസിഡന്റ് നിലവിളക്ക് തെളിച്ച ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു. അന്തരിച്ചിട്ട് സമാധിയായിട്ട് ഇന്ന് 100 വർഷം തികയാണ്. കേരളത്തിലെമ്പാടും 5600 വരുന്ന കരയോഗങ്ങളിലും അതുപോലെ NSSന്റെ ആസ്ഥാനത്തും ഒക്കെ ഇത് ആചരിക്കുന്നുണ്ട്. കൂടാതെ എല്ലാ കരയോഗങ്ങളിലും ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ നവോത്ഥാനത്തിന് മുൻപന്തിരിക്കുന്ന മഹാനായ ആചാര്യനായിരുന്നു ചട്ടമ്പി സ്വാമികൾ. കാവ്യവസ്ത്രം കൊടുക്കാത്ത സാധാരണ മനുഷ്യരെ പോലെ ജീവിച്ച സന്യാസിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്ക് ഇന്നും വളരെയധികം പ്രസക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നതിന് സമുദായങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നുണ്ട്. എല്ലാ ആളുകളുടെയും സഹകരണത്തിന് പ്രത്യേകം സെക്രട്ടറി S. ജയകൃഷ്ണൻ, കമ്മിറ്റി അംഗങ്ങളായ CB മോഹനൻ നായർ, TS ഗോപാലകൃഷ്ണൻ, V. ശ്രീകുമാർ, AS രാധാകൃഷ്ണൻ, ML ബിമൽ, വനിതാ യൂണിയൻ സെക്രട്ടറി ജയലക്ഷ്മി അനിൽകുമാർ, മുനിസിപ്പൽ കൗൺസിലർ A. അജി, യൂണിയൻ ഇൻസ്പെക്ടർ നിഖിൽ വേണു തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, ചേർത്തല. സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന വാഗ്ദാനം. പെൺകുട്ടികളുടെ നഗ്ന വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന ഭീഷണി. പ്രതി പിടിയിലായി. കൊല്ലം സ്വദേശി മുഹമ്മദ് ഹാരിസാണ് കായംകുളം പോലീസിന്റെ പിടിയിലായത്. സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത പെൺകുട്ടികളുടെ നഗ്നത വീഡിയോയിൽ പകർത്തി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ കേസിൽ പ്രതിയെ കായംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം കാവനാട് ഐക്യനഗറിൽ ഹൗസ് നമ്പർ 101 താമസിക്കുന്ന മുഹമ്മദ് ഹാരിസാണ് പോലീസിൻ്റെ പിടിയിലായത്. സ്കൂൾ അധ്യാപകരെ വിളിച്ച് സിനിമാ നിർമ്മാതാവാണെന്ന് സ്വയം പരിചയപ്പെടുത്തി ബ്രോഷർ അയച്ചു നൽകിയ ശേഷം അഭിനയിക്കാൻ താല്പര്യമുള്ള പെൺകുട്ടികളുടെ ഓഡീഷൻ നടത്താനാണെന്ന് പറഞ്ഞ് അവരുടെ ഫോൺ നമ്പർ കൈക്കലാക്കി. പിന്നീട് പെൺകുട്ടികളെ വിളിച്ച് അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞ് വീഡിയോ കോൾ വിളിച്ച് ഒരു രംഗം അഭിനയിച്ച് കാണിക്കാൻ ആവശ്യപ്പെടും. ഒരു രംഗം അഭിനയിച്ച് കാണിക്കുമ്പോൾ നന്നായിട്ടുണ്ട് എന്നും അടുത്ത രംഗം അഭിനയിക്കാൻ വേണ്ടി ക്യാമറയ്ക്ക് മുന്നിൽ നിന്നും ഡ്രസ്സ് മാറാൻ ആവശ്യപ്പെടും. ഡ്രസ്സ് മാറുന്ന പെൺകുട്ടികൾ അറിയാതെ ഫോണിൽ ഇത് റെക്കോർഡ് ചെയ്യുകയും
കൂട്ടുകാരികൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് അവരുടെ നമ്പരും കൈക്കലാക്കി അവരെയും വിളിച്ച് ഇത്തരം തട്ടിപ്പ് ആവർത്തിക്കുന്നതാണ് പ്രതിയുടെ രീതി. സംഭവം പുറത്തു പറഞ്ഞാൽ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. മറ്റുള്ളവരുടെ പറ്റിച്ച് അവരുടെ പേരിൽ സിം തരപ്പെടുത്തിയാണ് തട്ടിപ്പ് നടത്തുന്നത്. ഇയാൾക്കെതിരെ മറ്റ് പോലീസ് സ്റ്റേഷനുകളിലും കേസ് നിലവിലുണ്ട്. 2020 ആൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ കൊല്ലം ഇരവിപുരം സ്റ്റേഷനിലും കേസുണ്ട്. കായംകുളം ഡിവൈഎസ്പി അജയ്നാഥ്, CI സുധീർ, SIമാരായ ഹാഷിം, രതീഷ് ബാബു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്ത് വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ മുഴുവൻ ജില്ലകൾക്കും ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. പക്ഷികളിൽ നിന്ന് കൊതുകിലേക്കും കൊതുകുകളിൽ നിന്ന് മനുഷ്യരിലേക്കും പകരും. കൊതുകുകളുടെ ഉറവിട നശീകരണവും കൊതുക് നിവാരണവുമാണ് ഏറ്റവും പ്രധാനമായ പ്രതിരോധ നടപടി. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് എല്ലാ ജില്ലകൾക്കും ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. 5 ദിവസത്തിനിടെ 7 പേർക്ക് രോഗം പിടിപെട്ടു. തൃശൂർ വാടാനപ്പള്ളിയിൽ ഒരാളുടെ മരണം വെസ്റ്റ് നൈൽ കാരണമാണെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊതുക് നിവാരണവും ഉറവിട നശീകരണവുമാണ് പ്രധാന പ്രതിരോധ പ്രവർത്തനം. ടൈം ന്യൂസ്, ആലപ്പുഴ. KSRTC ബസ്സിന് അടിയിൽപ്പെട്ട സ്കൂട്ടർ യാത്രക്കാരായ 2 പേർക്ക് പരിക്ക്. എടത്വ തകഴി റൂട്ടിലാണ് സംഭവം. KSRTC ബസ്സിന് അടിയിൽപ്പെട്ട സ്കൂട്ടർ യാത്രക്കാർക്ക് ഗുരുതര പരിക്ക്. ആലപ്പുഴ എടത്വ തകഴി റൂട്ടിലാണ് സംഭവം. പൊടിയാടി പെരിങ്ങര സ്വദേശികളായ സോമൻ, മോഹനൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. എടത്വ തകഴി സംസ്ഥാന പാതയിൽ കേളമംഗലം പറത്തറ പാലത്തിന് സമീപം ബുധനാഴ്ച രാവിലെ 8 മണിക്കാണ് അപകടം. ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ 150 മീറ്ററോളം നിരങ്ങി മാറിയാണ് നിന്നത്. സ്കൂട്ടർ യാത്രക്കാർ ദൂരേക്ക് തെറിച്ചു വീണു. തകഴി തടിമില്ലിലെ തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. ടൈം ന്യൂസ്, ആലപ്പുഴ. ആധാരമെഴുത്ത് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനത്തിന് ആലപ്പുഴ ഒരുങ്ങുന്നു. മെയ് 9, 10, 11 തീയതികളിലാണ് സംസ്ഥാന സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ആധാരമെഴുത്ത് അസോസിയേഷൻ ഭാരവാഹികൾ ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 48ാം വർഷത്തെ 24ാം സംസ്ഥാന സമ്മേളനം ഈ ആലപ്പുഴ നഗരത്തിൽ വെച്ച് നടക്കുകയാണ്. 9, 10, 11 തീയതികളിൽ വ്യത്യസ്തമായ പരിപാടികളോട് എല്ലാവർക്കും ആ നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളുടെയും കൂടി കാര്യങ്ങൾ ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു സമ്മേളനമാണ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ തൊഴിലിന് വളരെ ആശങ്ക നിലനിൽക്കുകയാണ്. അതൊക്കെ സർക്കാർ അനുഭാവപൂർവ്വം ഞങ്ങളോട് സഹകരിക്കണം എന്നുള്ള അഭ്യർത്ഥനയാണ് കേരളത്തിലെ ആധാരമെഴുത്തുകാർക്കുള്ളത്. സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനം, പ്രതിനിധി സമ്മേളനം, പൊതുസമ്മേളനം, സാംസ്കാരിക സമ്മേളനം, ട്രേഡ് യൂണിയൻ സമ്മേളനം എന്നിവയും കലാസന്ധ്യയും നടക്കും. 9 നടക്കുന്ന പൊതുസമ്മേളനം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തും. 10 നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 2 നടക്കുന്ന പ്രതിനിധി സമ്മേളനം ഹരിപ്പാട് MLA രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 5 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മുൻ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി G. സുധാകരൻ ഉദ്ഘാടനം ചെയ്യും. വയലാർ ശരത്ചന്ദ്രവർമ്മ മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് 7 മണി മുതൽ നടക്കുന്ന കലാസന്ധ്യ ചലച്ചിത്ര താരം ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്യും. ടൈം ന്യൂസ്, ആലപ്പുഴ. കിണറിനുള്ളിൽ കുടുങ്ങിയ യുവാവിനെ രക്ഷിക്കാനിറങ്ങിയ ആൾ ശ്വാസം മുട്ടി മരിച്ചു. ആലപ്പുഴ താമരക്കുളം സ്വദേശി ബാബുവാണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. ആലപ്പുഴ താമരക്കുളം പാറയിൽ തെന്നാടും വിളയിൽ ബാബുവാണ് മരിച്ചത്. താമരക്കുളം ഇരപ്പൻപാറ അനീഷിന്റെ വീട്ടിലെ മോട്ടോർ നന്നാക്കാൻ ഇറങ്ങിയതാണ് സുഭാഷ്. ഇതിനിടെ സുഭാഷിന് ശ്വാസം മുട്ടി. തുടർന്ന് സുഭാഷിനെ രക്ഷിക്കുവാനായി ചെത്തുതൊഴിലാളിയായ ബാബു കിണറ്റിനുള്ളിൽ ഇറങ്ങുകയായിരുന്നു. സുഭാഷിനെ മുകളിലേക്ക് കയറ്റിയ ശേഷം കിണറിൽ നിന്നും തിരികെ കയറുന്നതിനിടെയാണ് ബാബുവിന് ശ്വാസം കിട്ടാതെ വന്നത്. ശ്വാസം കിട്ടാതെ ബാബു കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. ബാബുവിനെ പുറത്തെടുത്തെങ്കിലും രക്ഷിക്കാനായില്ല. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ നഗരസഭാ പരിധിയിലെ സ്ഥാപനങ്ങളിൽ ആരോഗ്യ വിഭാഗത്തിൻ്റെ പരിശോധന. നിരവധി സ്ഥാപനങ്ങളിൽ നിയമലംഘനം കണ്ടെത്തി. വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ചില ഹോട്ടലുകൾക്കും നോട്ടീസ് നൽകി. ആലപ്പുഴ നഗരത്തിൽ ആരോഗ്യ വിഭാഗം ജീവനക്കാരുടെ പരിശോധന. ഹോട്ടലുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും പിഴ ചുമത്തി. വിവിധ ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ വൃത്തിഹീനമായ സാഹചര്യങ്ങൾ കണ്ടെത്തി പിഴ ഈടാക്കുന്നതിന് ബുധനാഴ്ച 3 നോട്ടീസ് നൽകി. തോണ്ടംകുളങ്ങര വാർഡിൽ കുബാബ റെസ്റ്റോറൻറ്റിലെ അടുക്കളയും പരിസരവും മാലിന്യങ്ങളും മലിനജലവും നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ പാത്രങ്ങൾ വൃത്തിഹീനമായ സാഹചര്യങ്ങൾ കഴുകുന്നതും പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് കത്തിക്കുന്നതും പരിശോധനയിൽ ബോധ്യപ്പെട്ടു. അടുക്കളക്കകം
പുകമാറാല നിറഞ്ഞ രീതിയിൽ പ്ലാസ്റ്റിക് ഇതര വസ്തുക്കൾ നിറഞ്ഞ് മാലിന്യമായ അവസ്ഥയിലായിരുന്നു. ഭക്ഷണ അവശിഷ്ടങ്ങൾ തരംതിരിക്കാതെ അടുക്കളയിൽ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അഴുക്ക് നിറഞ്ഞ നിലയിലാണ് അടുക്കള കണ്ടെത്തിയത്. തോണ്ടംകുളങ്ങര വാർഡിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന വെജിറ്റബിൾ ശാല പഴവർഗ്ഗങ്ങൾ പഴകിയത് പിടിച്ചെടുത്തിട്ടുണ്ട്. തോണ്ടംകുളങ്ങര ചെമ്മോത്ത് ഇക്ബാലിൻ്റെ ഇറച്ചിക്കടയിൽ നിന്ന് വൃത്തിഹീനമായ സാഹചര്യത്തിൽ സൂക്ഷിച്ച ഇറച്ചിയും പിടിച്ചെടുത്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്യാംകുമാറിൻ്റെ നേതൃത്വത്തിൽ PHI സാലിൻ, ജസീന എന്നിവരാണ് പരിശോധനയിൽ പങ്കെടുത്തത്. ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ പുതുതായി നിർമ്മിക്കുന്ന 6 നില കെട്ടിടത്തിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു. 3 മാസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന് സൂചന. 58 കോടി രൂപ മുടക്കി പുതുതായി നിർമ്മിക്കുന്ന 6 നില കെട്ടിട സമുച്ചയ നിർമ്മാണമാണ് അതിവേഗം പുരോഗമിക്കുന്നത്. 6 നിലകളിലായി 1,30,803 സ്ക്വയർ മീറ്ററിലാണ് കെട്ടിടം. 4 ഓപ്പറേഷൻ തിയേറ്റർ, ഒരു മൈനർ ഓപ്പറേഷൻ തിയേറ്റർ, ആധുനിക സൗകര്യങ്ങളോടുകൂടിയ മോർച്ചറി എന്നിവ കൂടാതെ ജനറൽ ഓർത്തോ, ജനറൽ സർജറി, ഒഫ്താൽ സർജറി, എമർജൻസി ഓപ്പറേഷൻ തിയേറ്റർ എന്നിവയിൽ ഒരു മെയിൻ ബ്ലോക്ക് കൂടാതെ സർവീസ് ബ്ലോക്കും 206 കിടക്ക സൗകര്യവുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1907 ദേശീയപാതയ്ക്ക് വടക്കുവശത്തായി 3.44 ഏക്കറിലാണ് താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം ആരംഭിച്ചത്. നിലവിൽ വിവിധ MPമാരുടെയും MLമാരുടെയും ഫണ്ട് ഉൾപ്പെടുത്തി നിർമ്മിച്ച നിരവധി കെട്ടിടങ്ങളുണ്ട്. എന്നാൽ ചില കെട്ടിടങ്ങൾ ജീർണാവസ്ഥയിലാണ്. ഇത് കണക്കിലെടുത്താണ് പുതിയ 6 നില കെട്ടിടത്തിന് രൂപം നൽകിയത്. 500 മുതൽ 1500ഓളം രോഗികൾ പ്രതിദിനം ആശുപത്രിയിൽ എത്തുന്നുണ്ട്. ജനറൽ മെഡിസിൻ, സർജറി, ഗൈനക്കോളജി, പീഡിയാട്രിക്, ഓർത്തോപീഡിക്, ENT, ഒഫ്താൽമോളജി, അനസ്തേഷ്യ, ത്വക്ക്, ദന്തം തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റുകളിലായി 26 ഡോക്ടർമാർ നിലവിലുണ്ട്. പഴയ 3-4 വാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള കെട്ടിടം പൊളിച്ചുമാറ്റിയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. പൂർത്തിയാകുമ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്ന OP കെട്ടിടം പൊളിച്ചുമാറ്റും. 20 മാസ കാലാവധിയിൽ കൊച്ചി ആസ്ഥാനമായുള്ള TU ഇട്ടുപാൻഡ് അസോസിയേറ്റ് എന്ന കമ്പനിക്കാണ് നിർമ്മാണ ചുമതല. 2022 ഡിസംബർ 1 മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു തറക്കല്ലിട്ടത്. 2024 ജൂലൈ 31 നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് കരാർ. കൃഷിമന്ത്രി P. പ്രസാദും ആരോഗ്യമന്ത്രി വീണ ജോർജും ആശുപത്രിയിൽ നിർമ്മാണ പ്രവൃത്തികൾ നേരിൽ കണ്ട് വിലയിരുത്തിയിരുന്നു. കാപ്പ ഉത്തരവ് ലംഘിച്ച ജില്ലയിൽ പ്രവേശിച്ച യുവാവ് പൂച്ചാക്കൽ പോലീസിന്റെ പിടിയിലായി. തൈക്കാട്ടുശ്ശേരി സ്വദേശി അഖിൽ കൃഷ്ണയാണ് പോലീസിന്റെ പിടിയിലായത്. തൈക്കാട്ടുശ്ശേരി ഭാഗത്ത് പട്രോളിംഗ് നടത്തുന്നതിനിടെ വല്യാറ പുത്തഞ്ചിറ ഭാഗത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടതിനെ തുടർന്ന് പോലീസ് പിടികൂടി പരിശോധിച്ചപ്പോൾ ഇയാളുടെ പാന്റിന്റെ പോക്കറ്റിൽ നിന്നും പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ 50 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. നിരവധി കേസുകളിൽ പ്രതിയായ ഇയാളെ ആലപ്പുഴ ജില്ലയിൽ പ്രവേശിപ്പിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി DIGയുടെ നേതൃത്വത്തിൽ കാപ്പ നിയമപ്രകാരം ഉത്തരവ് നിലവിലുള്ളതാണെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. ഈ ഉത്തരവ് പ്രകാരം കഞ്ചാവ് കൈവശം സൂക്ഷിച്ചതിനും കാപ്പ ഉത്തരവ് ലംഘിച്ചതിനും 2 കേസുകൾ പൂച്ചാക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്തു. SI സുരേഷ്, ASI ബിജുമോൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺകുമാർ, ടൈൽസൺ തോമസ്, ബിജോയ്, പ്രമോദ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നും വധശ്രമം, ലഹരിമരുന്ന് വിൽപ്പന, മോഷണം, കഞ്ചാവ് വിൽപ്പന തുടങ്ങി ഒട്ടേറെ കേസുകളിൽ പ്രതിയാണ് അറസ്റ്റിലായ അഖിൽ കൃഷ്ണയെന്നും പൂച്ചാക്കൽ ഇൻസ്പെക്ടർ NR ജോസ് അറിയിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. മുഹമ്മ സന്മാർഗ സന്തായിനി അനന്തശയനേശ്വര ക്ഷേത്രത്തിലെ സപ്താഹയജ്ഞത്തിന് ഭക്തിനിർഭരമായ തുടക്കം മെയ് 14 സമാപിക്കും. മുഹമ്മ കായിപ്പുറം സന്മാർഗ സന്തായിനി അനന്തശയനേശ്വര ക്ഷേത്രത്തിലെ സപ്താഹയജ്ഞം ആരംഭിച്ചു. മെയ് 14 സമാപനം. നാരായണൻ പോറ്റി പുറത്തുവേലി മഠം ഭദ്രദീപ പ്രകാശന കർമ്മം നിർവഹിച്ചു. രജനി കുഞ്ഞുമോൻ ഭാഗവത സമർപ്പണം നടത്തി. മണപ്പുറം ഉദയകുമാറാണ് യജ്ഞാചാര്യൻ. ദേവസ്വം പ്രസിഡന്റ് D. തങ്കച്ചൻ, വൈസ് പ്രസിഡന്റ് VK രാധാകൃഷ്ണൻ, സെക്രട്ടറി MB പ്രകാശൻ, ജോയിന്റ് സെക്രട്ടറി R. ഹരിഹരൻ, ട്രഷറർ R. വിനോദ് എന്നിവർ നേതൃത്വം നൽകുന്നു. 14 വരെ ദിവസവും രാവിലെ ഗണപതി ഹോമം, വിഷ്ണു സഹസ്രനാമം, സമൂഹ പ്രാർത്ഥന, ഭാഗവത പാരായണം, ഭാഗവത പ്രഭാഷണം, ഉച്ചയ്ക്ക് പ്രസാദമൂട്ട്, ഭജന, പ്രഭാഷണം തുടങ്ങിയവയും നടക്കും. പിന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഭാഗവതം കൈവരിക്കാനുള്ള ഭാഗ്യം കിട്ടിയിരുന്നു. ഏതാണ്ട് ഒരു 10ാം ക്ലാസ്സിലേക്ക് കടന്നപ്പോഴത്തേക്കും പുസ്തകം കൈവരിക്കാൻ അതിനൊരു ഭാഗ്യമുണ്ട്. ഈ പുസ്തകം നോക്കാതെ എനിക്ക് വായിക്കാൻ പറ്റുന്നു. കുറച്ച് ഓർമ്മ മാത്രമേ കേൾക്കൂ. ഏതാണ്ട് 2000 വേദികളിലൂടെ പോകുന്നുണ്ട് എങ്കിൽ പോലും അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് എനിക്ക് പേടിയുണ്ടെന്ന്. എന്റെ ജീവിതത്തിലെ ആദ്യത്തെ സപ്താഹിക വേദിയായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. ടൈം ന്യൂസ് മുഹമ്മ. പ്രധാന വാർത്തകൾ വീണ്ടും.
സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.69 വിജയശതമാനം. കഴിഞ്ഞ വർഷത്തേക്കാൾ നേരിയ കുറവ്. 4,25,563 പേർ ഉപരിപഠനത്തിന് അർഹത നേടി. കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാനത്തിന് നിർണായക പങ്കുവഹിച്ച ആത്മീയാചാര്യൻ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾക്ക് പ്രണാമം. ചട്ടമ്പി സ്വാമികളുടെ 100ാം സമാധി ദിനാചരണം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് വാഗ്ദാനം. പെൺകുട്ടികളുടെ നഗ്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമെന്ന ഭീഷണി പ്രതി പിടിയിൽ. കൊല്ലം സ്വദേശി മുഹമ്മദ് ഹാരിസാണ് കായംകുളം പോലീസിന്റെ പിടിയിലായത്. പാണവള്ളിയിൽ നിന്ന് 15 വയസ്സുകാരനെ കാണാതായിട്ട് 7 വർഷം പിന്നിടുന്നു. 2017 ഏപ്രിൽ 9 നിസാമുദ്ദീനെ കാണാതായത്. ക്രൈംബ്രാഞ്ച് പുനരന്വേഷണം ആരംഭിച്ചു. സംസ്ഥാനത്ത് വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് എല്ലാ ജില്ലകൾക്കും ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം. പക്ഷികളിൽ നിന്ന് കൊതുകുകളിലേക്കും കൊതുകുകളിൽ നിന്ന് മനുഷ്യരിലേക്കും പകരും. കൊതുക് നിവാരണവും ഉറവിട നശീകരണവുമാണ് പ്രധാന പ്രതിരോധ പ്രവർത്തനം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.